അക്കാഡമിക്സിലാണ് താല്പര്യമെന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെയുള്ള സിവിൽ സർവീസിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നത്? ഒരു സിവിൽ സർവൻ്റ് ആണെങ്കിൽ കൂടി അക്കാഡമിക്സ് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് വായന ഇഷ്ടമാണ്, പഠിക്കുന്നത് ഇഷ്ടമാണ്. എന്നോട് പലരും സിവിൽ സർവീസ് ഇരുന്ന് പഠിക്കുന്നതിനെ പറ്റി ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഉത്തരം ഇതാണ്: എനിക്ക് ഇരുന്ന് വായിക്കുന്നതിനോ കൂടുതൽ പഠിക്കുന്നതിനോ പത്രങ്ങൾ വായിക്കുന്നതിനോ ഇതിലൊന്നും എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നാറില്ല. സോ ആ അക്കാഡമിക് ഇൻട്രസ്റ്റ് തീർച്ചയായിട്ടും സർവീസിലും എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ടു ഹാവ് എൻ അക്കാഡമിക് ഇൻട്രസ്റ്റ് യു മസ്റ്റ് ഹാവ് ക്യൂരിയോസിറ്റി. യു മസ്റ്റ് ബി വില്ലിങ് ടു പുട്ട് ഇൻ ദ എഫേർട്സ് ആൻഡ് റീഡ് ഫോർ അവേഴ്സ്. സോ ഐ തിങ്ക് ദാറ്റ് ഹെൽപ്സ് മീ. പക്ഷെ അതുകൂടാതെ തന്നെ ഞങ്ങളുടെ ഫെലിസിറ്റേഷൻ സെറമണിക്ക് ചീഫ് സെക്രട്ടറി ജയതിലക് സാർ പറഞ്ഞൊരു കാര്യം, ലോകത്തിൽ എവിടെയും മറ്റൊരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സർവീസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ടു മേക്ക് എ ഡിഫറൻസ്, അത് പോസിബിൾ ആകുന്ന ഒരു എക്സാം ഇന്നും സിവിൽ സർവീസ് തന്നെയാണ്. ഐ എം നോട്ട് സെയിങ് യു കാൻ ഡു ഇറ്റ് ഇൻ അതർ സർവീസസ്, യു ക്യാൻ ഡെഫിനറ്റ്ലി ഡു ദാറ്റ്. പക്ഷേ ഇന്ത്യൻ സിവിൽ സർവീസിന് മറ്റുള്ളവരെ സഹായിക്കാൻ, ടു മേക്ക് എ ഡിഫറൻസ്, അതിനുള്ളൊരു വലിയ അവസരമുണ്ട്. അപ്പം ഐ ബിലീവ് ദാറ്റ് ഐ ക്യാൻ ഫ്യൂസ് ബോത്ത് മൈ ഇൻട്രസ്റ്റ് ഇൻ ടു സർവിങ് ദ നേഷൻ.